ഹായ് ഓൾ. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഗ്രേഡ് 10-ലെ. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എക്സ് മൈനസ് വൈ പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0 ആൻഡ് 6x മൈനസ് കെ വൈ പ്ലസ് 16 ഈക്വൽ ടു 0 ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇനി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് a1/a2 ഈസ് ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2. ഇതിൽ a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക a1 ഈക്വൽ ടു 3, b1 ഈക്വൽ ടു -1. ഇവിടെ വൈയുടെ വാല്യൂ നെഗറ്റീവ്, കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആണ്, അപ്പോൾ -1 എന്ന് തന്നെ എടുക്കണം. c1 ഈക്വൽ ടു 8. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ അതിന് a2 എന്ന് കൊടുക്കുക. a2 ഈക്വൽ ടു 6, b2 ഈസ് ഈക്വൽ ടു -k, c2 ഈസ് ഈക്വൽ ടു 16. ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ a1/a2 എന്ന് പറയുമ്പോൾ എത്ര വരും? 3/6 ഈസ് ഈക്വൽ ടു b1/b2 എന്ന് പറയുമ്പോൾ -1/-k ഈസ് ഈക്വൽ ടു c1/c2 എന്ന് പറയുമ്പോൾ 8/16. ഈ മൈനസും ക്യാൻസൽ ചെയ്യാം. 3 60 സിംപ്ലസ്റ്റ് ഫോം എഴുതാം, 18 60 സിംപ്ലസ്റ്റ് ഫോം എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടും 1/2 ഈക്വൽ ടു 1/k ഈക്വൽ ടു വീണ്ടും 1/2 തന്നെ വരാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. 1/2 ഈക്വൽ ടു 1/k എന്ന് എഴുതാം. അതിൽ നിന്ന് കെയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? k ഈസ് ഈക്വൽ ടു 2. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2. ഇത് കൺസിസ്റ്റൻ്റ് ആണ് വന്നത്. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 2 ആണ് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമുക്കിവിടെ സെക്ഷൻ ഫോർമുലയാണ് വന്നിരിക്കുന്നത്. കോർഡിനേറ്റ് ജോമെട്രിയിൽ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. കോർഡിനേറ്റ് ജോമെട്രിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 4 - 5, ബി എന്ന് പറയുന്നത് 1 2. അത് കട്ട് ചെയ്തിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 5:2 ആണ്. അങ്ങനെയാണെങ്കിൽ പിയുടെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ 2 പോയിന്റ് എടുക്കുകയാണ്. എ ബി എന്ന് പറയുന്ന 2 പോയിന്റ് എടുക്കുകയാണ്. എയുടെ വാല്യൂ 4 -5, ബിയുടെ വാല്യൂ 1 2. ഇത് കട്ട് ചെയ്തിരിക്കുന്ന റേഷ്യോ 5:2 എന്നാണ്. അപ്പോൾ പി എന്ന് പറയുന്ന കോർഡിനേറ്റ് പി ഓഫ് എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പി ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. പി ഓഫ് എക്സ് വൈ സെഷൻ ഫോർമുല എന്ന് പറയുന്നത് പി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു mx2 plus nx1 divided by m plus n. ഇത് y കോർഡിനേറ്റിൻ്റെ വരുമ്പോൾ my2 plus ny1 divided by m plus n. ഇനി നമുക്ക് റേഷ്യോ എടുക്കാൻ നേരത്ത് m എന്ന് പറയുന്നത് 5 ആണ്, n എന്ന് പറയുന്നത് 2 ആണ്. ഇതിൽ ഈ കോർഡിനേറ്റ് ആണ് x1 y1, ഈ കോർഡിനേറ്റ് ആണ് x2 y2. ഇനി ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എം എന്ന് പറയുന്നത് 5 അല്ലേ വന്നേക്കണേ. 5 ഇൻറ്റു x2 എന്ന് പറയുമ്പോൾ 1 പ്ലസ് n എന്ന് പറയുന്നത് 2 ഇൻറ്റു x1 എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 2. അടുത്തത് വരുമ്പോൾ എം y2 എന്ന് പറയുമ്പോൾ എം എന്ന് പറയുന്നത് 5, y2 എന്ന് പറയുന്നത് 2. 5 ഇൻറ്റു 2 പ്ലസ് n y1 എന്ന് പറയുമ്പോൾ n 2, y1 എന്ന് പറയുന്നത് -5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 2. ഇനി ഇത് സോൾവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ 5 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 5 പ്ലസ് 4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8. അപ്പോൾ നമുക്ക് കിട്ടും 5 പ്ലസ് 8/7. അടുത്തത് വരുമ്പോൾ 5 ഇൻറ്റു 2 10, 2 മൈനസ് 5 എന്ന് പറയുമ്പോൾ -10. അപ്പോൾ അതങ്ങ് 0 ആയി പൊക്കോളും. അപ്പോൾ 5 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 13/7. പിന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 0/7. അപ്പോൾ 0/7 0 ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്കിവിടെ കോർഡിനേറ്റിൻ്റെ ഏതായിരിക്കും വന്നത്? അപ്പോൾ പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് 13/7 0 ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എ പി എന്നാണ് ചോദിച്ചേക്കുന്നത്. എ പിയിൽ A15 - A11 48 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. നമുക്ക് എന്നിൻ്റെ ഇക്വേഷൻ അറിയാലോ. എൻ എന്ന് പറയുന്നത് a + n - 1 ഇൻറ്റു ഡി. അങ്ങനെയാണെങ്കിൽ A15ൻ്റെ വാല്യൂ എത്രയായിരിക്കും? a + 14d ആയിരിക്കും. അതുപോലെ തന്നെ A11ൻ്റെ വാല്യൂ എത്രയായിരിക്കും? a + 10d ആയിരിക്കും. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞേക്കണേ? 48. അപ്പോൾ a + 14d മൈനസ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം a + 10d എഴുതാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകും, ഈക്വൽ ടു 48. ഇനി എന്ത് ചെയ്യുക? മൈനസിനകത്തേക്ക് എടുക്കുക.
അപ്പോൾ എ പ്ലസ് 14d മൈനസ് എ മൈനസ് 10d ഈക്വൽ ടു 48. ഈ എയും എയും വെട്ടിപ്പോവും. 14d മൈനസ് 10d എന്ന് പറയുമ്പോൾ 4d ആണ് കിട്ടും. 4d ഈക്വൽ ടു 48 ആണ് കിട്ടും. അപ്പോൾ d എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? 48/4. 48/4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടി? 12 ആണ് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² പ്ലസ് x പ്ലസ് 1 ഈക്വൽ ടു 0 ഹാസ് ഡാഷ് റൂട്ട്. അതിന് എത്ര സീറോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്ര സീറോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കണം. ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് കണ്ടുപിടിക്കണം. ഈക്വൽ ടു 0 ആണ്. ഡിസ്ക്രിമിനൻറ്റിൻ്റെ വാല്യൂ b² മൈനസ് 4ac. ഇവിടത്തേൽ കോഎഫിഷ്യൻ്റ് ഓഫ് x² 1 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 1. കോഎഫിഷ്യൻ്റ് ഓഫ് x 1 ആണ്. അപ്പോൾ ബിയും 1. സി എന്ന് പറയുന്നതും 1. അപ്പോൾ b² എന്ന് പറയുമ്പോൾ 1² മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 മൈനസ് 4. 1 മൈനസ് 4 എന്ന് പറയുന്നത് എത്ര കിട്ടി? -3 കിട്ടി. -3 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് റിയൽ അല്ല, കോംപ്ലക്സിലേക്ക് പോയി. അപ്പോൾ ആൻസർ കിട്ടുന്നത് നോട്ട് റിയൽ. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ വൈസ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. അപ്പം ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിയത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ബൈ.